ഒടുവിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. 100 കോടി ക്ലബ്ബ് എന്ന സ്വപ്നം മലയാളത്തിലും ഇനി സ്വന്തം. മലയാളം പോലെ താരതമ്യേന ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു സിനിമ 100 കോടി ക്ലബ്ബിൽ കയറുക മലയാളികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സിനിമാ വ്യവസായത്തെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ്. ഈ സ്വപ്ന നേട്ടം കൈവരിച്ച സിനിമയായി പുലിമുരുകൻ മാറിയതിനു പിന്നിൽ കൃത്യമായ ആസൂത്രണവും വിപണന തന്ത്രങ്ങളും തന്നെയാണ്. മറ്റുള്ളവർ ഒഴിവാക്കിയ അഥവാ മറന്നുപോയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ തന്ത്രപരമായി ആവിഷ്കരിക്കാൻ സാധിച്ചത് തന്നെയാണ് വിജയത്തിന് കാരണം. 100 കോടി ക്ലബ്ബിൽ കയറാമായിരുന്ന പ്രേമം ഉൾപ്പെടെയുള്ള സിനിമകൾ തുടക്കം മുതൽ മാധ്യമങ്ങളെ അകറ്റി നിർത്തുന്നൊരു കാഴ്ചയാണ് കണ്ടത്. എന്നാൽ നവമാധ്യമങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയുള്ള പ്രമോഷനാണ് പുലിമുരുകൻ കൂട്ടുപിടിച്ചത്. അതിലൂടെ പുലിമുരുകൻ വ്യത്യസ്തനാവുകയും ചെയ്തു. പുലിമുരുകന്റെ പ്രമോഷന് വേണ്ടി മാത്രമായി ചെലവാക്കിയത് 1.5 കോടി രൂപയാണ്. അതിന് ഫലവും കണ്ടു. മലയാള സിനിമ 100 കോടി സ്വപ്നം കണ്ടു തുടങ്ങിയതും നേടിയതും പെട്ടെന്നാണ്. ആ സ്വപ്നം പുലിമുരുകനിലൂടെ സാധിച്ചതിൽ സന്തോഷം പങ്കുവച്ച് മോഹൻലാൽ രംഗത്തെത്തി. സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവരോടും പ്രേക്ഷകരോടും അദ്ദേഹം നന്ദി അറിയിച്ചു. ഒരു കൂട്ടായ്മയുടെ പ്രയത്നമാണ് പുലിമുരുകനെ ഇത്രയും വലിയ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും പുലിമുരുകൻ ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ചതിന് പ്രേക്ഷകരോട് അതിയായ നന്ദിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 100 കോടി ക്ലബിലെത്തുന്ന ആദ്യ മലയാള ചിത്രമായ പുലിമുരുകനെ പ്രശംസിച്ച് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനും രംഗത്തെത്തി. ആഗോള കളക്ഷനിൽ നിന്നും മാത്രമല്ല, കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും മാത്രം ഈ ചിത്രം 100 കോടി രൂപ വരുമാനമുണ്ടാക്കുമെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സ്ക്രീനിൽ മുഖം തെളിഞ്ഞ് 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പ്രേക്ഷകരെയൊക്കെ തൻ്റെ മാസ്മരികതയിൽ കീഴടക്കാൻ കഴിയുന്ന, മനസ്സിലാക്കാനും വിശദീകരിക്കാനും നന്നേ പണിപ്പെട്ട് പോകുന്ന മോഹൻലാൽ മാജിക് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ബി ഉണ്ണികൃഷ്ണൻ്റെ വാക്കുകൾ. എല്ലാ സിനിമാ പ്രേമികൾക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണ് പുലിമുരുകൻ എന്ന സിനിമ സമ്മാനിച്ചിരിക്കുന്നത്.